ടീത്ത് എന്ന് പറയുന്നത് മൊത്തം ബോഡി പാർട്സും ഒക്കെ ആയിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ്? എല്ലാവരുടെ പല്ലും ഒരേപോലെ വൈറ്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുന്നത്. മോണരോഗം ബാക്ടീരിയ ആണ്. അപ്പോൾ അത് ബ്ലഡിലൂടെ വന്നിട്ട് നമുക്ക് കാർഡിയാക് ഇഷ്യൂസ് വരെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബ്ലാക്കിഷ് ഡിസ്കളേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരീസ് ഒക്കെ അകത്ത് കാണും. ചില സർഫസിൽ വരുന്ന പോട് നമുക്ക് വെളിയിൽ നോക്കിയാൽ ആ കേരീസ് കാണാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ഒരു ബ്ലാക്കിഷ് ഒരു കളർ നമുക്ക് പുറത്ത് കാണാം. മോണയിൽ നിന്ന് ബ്ലഡ് കാണുക എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ സംശയിക്കുന്നത് ജിഞ്ചവൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ്, അഥവാ മോണയുടെ ഇൻഫെക്ഷൻ. പിന്നെ വരാറുണ്ട്, നമ്മുടെ അടുത്ത് വരുമ്പോഴും അവർ ആദ്യമേ തന്നെ പറയും റൂട്ട് കനാൽ വേണ്ട എന്നുള്ള. പക്ഷേ പൊതുവേ റൂട്ട് കനാൽ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. മലയാളികൾക്ക് അറിയില്ലാത്ത ഒരു ബ്രഷിംഗ് രീതി എന്തെങ്കിലും ഉണ്ട്? പേസ്റ്റ് യൂസ് ചെയ്യാം, പക്ഷേ എൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അരിമണിയില്ലേ, അത്ര എടുക്കാളൂ, റൈസ് ഗ്രീൻ്റെ അത്ര. ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാർ, പ്രഗ്നന്റ് വിമൻസ്, അങ്ങനെയുള്ളവർക്കൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടറാണോ? പ്രഗ്നന്റ് ലേഡീസിൻ്റെ കാര്യം, അവരെ നമ്മുടെ ഡെന്റൽ ചെയറിൽ ഒരു പരിധി കൂടുതൽ അവരെ ഇരുത്താനും പറ്റില്ല. വളരെ കുറച്ച് മെഡിസിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ചലഞ്ച് തന്നെയാണ് ഞങ്ങൾക്കത്, അതൊരു പ്രശ്നമാണ്. ഹലോ, മെഡിക്കൽ പാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് ലേക്ഷർ ഹോസ്പിറ്റലിൽ ഡെന്റിസ്ട്രി വിഭാഗത്തിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ബാബു ശ്രീനാഥ് ആണ്. ഹായ് ഡോക്ടർ, വെൽക്കം ടു ദ പ്രോഗ്രാം. ഡോക്ടർ, ഒരു കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ബാക്കിയുള്ള ഡെന്റിസ്ട്രി വിഭാഗവും ഇതും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കോസ്മെറ്റിക് ഡെന്റിസ്ട്രി നമ്മുടെ ഓൾറെഡി ഡെന്റിസ്ട്രിയുടെ ഭാഗം തന്നെ ആയിരുന്നു. ഓഫ് ലൈറ്റ് അതിനൊരു കുറച്ചും കൂടി ഒരു സ്വീറ്റ് നെയിം, ബെറ്റർ നെയിം ഒക്കെ കൊടുത്ത് കോസ്മെറ്റിക് ഡെന്റിസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പുതിയതായിട്ട് കുറേ ഇന്നോവേഷൻസ് ഈ ഫീൽഡിലോട്ട് വന്നിട്ടുണ്ട്. കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അപ്പിയറൻസിനെ എൻഹാൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അയാളുടെ സ്മൈലിനെ എൻഹാൻസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിൽ വരാം. അപ്പോൾ നാച്ചുറലി ഇപ്പോൾ ഒരു ടൂത്ത് മിസ്സിങ് ആണെങ്കിൽ അവിടെ ഒരു ടൂത്ത് വെക്കുന്നതും കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയുടെ ഭാഗമാണ്. അതാ ഞാൻ പറഞ്ഞ ഡെന്റിസ്ട്രിയുടെ ഭാഗം തന്നെയാണത്. പിന്നെ പുതിയതായിട്ട് വന്ന ഇന്നോവേഷൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്നത് വെനീർസ് അഥവാ ലാമിനേറ്റ്സ് ആണ്. ലാമിനേറ്റ് എന്ന് തന്നെ വാക്ക് തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നമ്മളൊരു പേപ്പർ ലാമിനേറ്റ് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ ഒരു നമ്മുടെ നാച്ചുറൽ ടൂത്തിൻ്റെ മുകളിൽ ഒരു കോട്ടിങ്, അതൊരു സെറാമിക് കോട്ടിങ് അല്ലെങ്കിൽ ഒരു സിർക്കോണിയ ബേസ്ഡ് കോട്ടിങ്. ആ ഒരു കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള കളർ ഷേപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ എനിക്ക് തോന്നുന്നു പറയുന്നത് ഹോളിവുഡ് സ്മൈൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ടൂത്തിൻ്റെ ഷേപ്പ്, നമുക്ക് ഡിസൈഡ് ഷേപ്പ്, ഡിസൈഡ് ലെങ്ത്, ഒരു പരിധി വരെ ഡിസൈഡ് കളർ. നമ്മുടെ ഇവിടെയാണെങ്കിലും ഫിലിം സ്റ്റാർസിൻ്റെ ഇടയ്ക്ക്, ഇല്ലെങ്കിൽ ക്യാമറ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ ഇത് വളരെ പോപ്പുലറായിരുന്നു. ഇപ്പോൾ നമ്മളത് ഇപ്പം പൊതുവെ ആൾക്കാരെല്ലാവരും കുറച്ച് കോൺഷ്യസ് ആയതുകൊണ്ട് വെനീർസോ ലാമിനേറ്റ്സ് ഇപ്പോൾ പോപ്പുലറായി വന്നിട്ടുണ്ട്. ഈ സ്മൈൽ കറക്ഷൻസ് ഒക്കെ ഇതിൽ വരുന്നതാണോ? സ്മൈൽ ഡിസൈനിങ് ഉണ്ട്. നമ്മുടെ ചിലവർക്ക് ഈ ഗമ്മി സ്മൈൽ, നമ്മൾ ചിരിക്കുമ്പോൾ ഒരു പരിധി കൂടുതൽ കാണും. അപ്പോൾ അതിൻ്റെ ഗമ്മി സ്മൈലിൻ്റെ കറക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലേസർ നമ്മുടെ ഡെന്റിസ്ട്രിയുടെ ഭാഗമായത് കൂടി നല്ലൊരു ടൂൾ ആയതോടുകൂടി നമ്മൾ ചില ഗംസിലൊക്കെ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ കാണാൻ പറ്റും ചിലവർക്ക്. നമ്മൾ ചിരിക്കുമ്പോൾ ഗംസിലുള്ള ബ്ലാക്ക് ഡിസ്കളറേഷൻ അത് നമുക്ക് ലേസേഴ്സ് വെച്ചിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഞാൻ ഈ പറഞ്ഞ വെനീസ്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു വരുന്നൊരു കാര്യം ടൂത്ത് വൈറ്റനിങ് ആണ്. ബ്ലീച്ചിങ് അഥവാ ടൂത്ത് വൈറ്റനിങ്, അതും പണ്ട് മുതലേ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ അത് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. ഇൻ ദ സെൻസ് പണ്ടുള്ള നമ്മൾ ബ്ലീച്ചിങ് മെറ്റീരിയൽസിനൊക്കെ കുറച്ച് സെൻസിറ്റിവിറ്റിയൊക്കെ ആൾക്കാർ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ അത് ടൂത്ത് സെൻസിറ്റിവിറ്റി ഒക്കെ കുറവാണ്. സോ വൈറ്റനിങ് അതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ പല ഉണ്ട്, അലൈനേഴ്സ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ വരാം. ഡോക്ടർ, ഒരു മനുഷ്യന്റെ വായിൽ മൊത്തം 36 പല്ലുകൾ, പക്ഷെ BDS MDS വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പഠിത്തമാണ് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ശരിക്കും മനുഷ്യന്റെ ടീത്ത് എന്ന് പറയുന്നത് മൊത്തം ബോഡി പാർട്സും ഒക്കെ ആയിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ്? നമ്മുടെ ടീത്തിൻ്റെ ഇല്ലെങ്കിൽ ജിഞ്ചേവയുടെ ഹെൽത്ത്, ഒരു ജനറൽ ഒരു ഹെൽത്തി ബോഡിക്ക് വേണ്ടതെല്ലാം ടീത്തിനും വേണം. എത്രത്തോളം കണക്റ്റഡ് ആയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ മോണരോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ടൂത്തിൻ്റെയും മോണയുടെ ഇടയ്ക്ക് കാൽക്കുലസ് അല്ലെങ്കിൽ പ്ലാക്ക് ഡെപ്പോസിഷൻ വന്നിട്ട് അത് പ്ലാക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ കോളനീസ് ആണ്, ബാക്ടീരിയ ആണ്. അപ്പോൾ അത് ബ്ലഡിലൂടെ വന്നിട്ട് നമുക്ക് കാർഡിയാക് ഇഷ്യൂസ് വരെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പല ഡിസീസിൻ്റെയും ഒരു സിംറ്റം ചിലപ്പോൾ നമുക്ക് വായിക്കാത്ത വരാം. ഇപ്പോൾ എക്സസീവ് ബ്ലീഡിംഗ് ഒക്കെ, മോണയുടെ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ അത് ലുക്കീമിയ, അങ്ങനെ പല ഡിസീസസിൻ്റെ ഒരു സൈനായിട്ടും വരാൻ പറ്റും. സോ ഇൻ എ വേ ഇറ്റ്സ് ഓൾ കണക്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ BDS ഒക്കെ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ഏരിയാസ് ആണ് ശരിക്കും കവറപ്പ് ചെയ്തു പോകുന്നത് 5 വർഷം കൊണ്ടൊക്കെ? BDS പഠിക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന, നമ്മൾ MBBS ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന
എനിക്ക് തോന്നുന്നു ഒരേ ഒരു ഭാഗം സർജിക്കൽ സർജറി, ജനറൽ സർജറി പഠിക്കുമ്പോൾ നമുക്ക് ഹെഡ് ആൻഡ് നെക്ക് മാത്രം പഠിച്ചാൽ മതി. ബാക്കി MBBSകാർക്ക് ബാക്കി എല്ലാം പഠിക്കണം. പക്ഷെ നമുക്ക് സർജറിയിൽ ഹെഡ് ആൻഡ് നെക്ക് പഠിച്ചാൽ മതി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ജനറൽ മെഡിസിൻ മൊത്തം പഠിക്കണം. അതിൻ്റെ എക്സാമും അതൊക്കെ ഞങ്ങളുടെ ഒരു പേടി സ്വപ്നമായിരുന്നു ആക്കാറ്. കാരണം MBBSകാർ 2 വർഷം കൊണ്ട് പഠിക്കുന്നത് ഞങ്ങളൊരു 6 months 1 year കൊണ്ട് അത് അവരുടെ സ്റ്റാൻഡേർഡിൽ തന്നെ കൊടുക്കണം. കാരണം അവരുടെ ടീച്ചേഴ്സാണ് ഞങ്ങളെ എവാലുവേറ്റ് ചെയ്യാൻ വരുന്നത്. പറഞ്ഞു വന്നത് എല്ലാം സർജറിയുടെ ഒരു പോർഷൻ വെച്ച് ബാക്കി ഇപ്പോൾ ഫാർമക്കോളജി ആണെങ്കിലും ജനറൽ മെഡിസിൻ ആണെങ്കിലും എല്ലാം നമ്മൾ പഠിക്കണം. അത് കൂടാതെ ഞങ്ങളുടെ സബ്ജക്ട്സും ഉണ്ട്. ഡോക്ടർ, ഇപ്പം വളരെ റെഗുലർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരാൾ എത്ര തവണ ബ്രഷ് ചെയ്യണം? ഓരോ തവണയും ഫുഡ് കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ജനറൽ റൂൾ എന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഒരാൾ ഒരു രാവിലെയും രാത്രിയിലത്തെയും ഭക്ഷണത്തിന് ശേഷം തീർച്ചയായും ബ്രഷ് ചെയ്യണം. അല്ലാതെ നമുക്ക് ഓരോ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ചെയ്യേണ്ട, നന്നായിട്ട് വാഷ് ചെയ്താൽ മതി. പക്ഷേ ഇപ്പം നമ്മൾ കുട്ടികളെടുത്ത് നമ്മൾ എപ്പോഴും പറയും മിഠായി തിന്നരുത്, സ്വീറ്റ്സ് കഴിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആ പറയുന്നതിൽ ഒരു പിള്ളേർ കുട്ടികളാണ്, അവർ കഴിക്കും. അത് കുട്ടികളെ മാത്രമല്ല, വലിയവരും ഉണ്ട്, സ്വീറ്റ് ടൂത്ത് ഉള്ള അല്ലെങ്കിൽ ക്രേവിംഗ് ഉള്ള എത്ര പേരുണ്ട് അല്ലേ? പേസ്ട്രീസ് ഒക്കെ ഭയങ്കര കോമൺ ആണ് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം, അത് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് നന്നായിട്ട് അവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത്, ഇങ്ങനെയുള്ളവരുടെ റെക്കമെൻഡ് ഒരു ബേബി ബ്രഷോ അല്ലോ നമ്മുടെ വാനിറ്റി ബാഗിലോ അല്ലെങ്കിൽ പേഴ്സിലോ എല്ലാം ക്യാരി ചെയ്തിട്ട് ജസ്റ്റ് വാഷ്റൂമിൽ പോയിട്ട് ആ സമയത്തൊന്ന് പേസ്റ്റ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ബ്രഷ് ചെയ്ത് കളഞ്ഞാൽ അത് വളരെ നല്ല കാര്യം. കാരണം ഇതൊക്കെല്ലാം സ്റ്റിക്കി ഫുഡ്സ് ആണ്. ഈ സ്റ്റിക്കി ഫുഡ്സും കഴിക്കുമ്പോഴത്തേക്കും സ്റ്റിക്കി ഫുഡ്സ് ആണ്. പിന്നെ ഈ പല നമ്മൾ ഫുഡിനകത്തും ഇതിൻ്റെ ആസിഡിക് ലെവൽ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ഡെൻ്റൽ കേരീസിലോട്ട് വരാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം കൂടെ ചെയ്താൽ അത് വളരെ ബെറ്റർ ആയിരിക്കും. ഡോക്ടർ, അതേപോലെ ഒരു ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോണയുടെ ഹെൽത്ത്, പല്ലിൻ്റെ ഇത്, നമ്മുടെ ഏജ്, അതൊക്കെ വെച്ചിട്ട് വേണ്ടേ സെലക്ട് ചെയ്യാനായിട്ട്? ടൂത്ത് ബ്രഷ് ഇപ്പം മഫ്ലൈറ്റ് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂത്ത് ബ്രഷസ് മാർക്കറ്റിലുണ്ട്. ഇപ്പം സെൻസിറ്റീവ് ടൂത്ത് ഉള്ളവർക്ക് സെൻസിറ്റീവ് എന്ന് പറഞ്ഞ ബ്രസിൽസ് ഉണ്ട്. പിന്നെ ഗം പ്രോബ്ലം ഗം പ്രോബ്ലം ഉള്ളവർക്ക് ഗം സ്പെഷ്യലിസ്റ്റ് അങ്ങനെയുള്ള ബ്രിസിൽസ് ഉള്ളതുണ്ട്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ടു സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ഒരു ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഈ പല്ല് തേക്കുന്ന സമയത്ത് അവിടെ ബ്ലഡ് കാണുന്നു, അത് ഒരുപാട് അസുഖങ്ങളുടെ ലക്ഷണമാവാന്ന് പറഞ്ഞു. ഇപ്പം ജസ്റ്റ് മോണയുടെ ഭാഗത്തുനിന്ന് പ്രസ് ചെയ്യുമ്പോൾ പോലും ബ്ലഡ് എപ്പോഴും വരുന്നവരുണ്ട്. അപ്പം ശരിക്കും അങ്ങനെയുള്ളവർ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? മോണയിൽ നിന്ന് ബ്ലഡ് കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ സംശയിക്കുന്നത് ജിഞ്ചവൈറ്റീസ് എന്ന് പറഞ്ഞ അസുഖമാണ്. ജിഞ്ചവൈറ്റീസ് എന്ന് പറഞ്ഞാൽ ജിഞ്ചൈവ അഥവാ മോണയുടെ ഇൻഫെക്ഷൻ, അതാണ് ജിഞ്ചവൈറ്റീസ്. അത് നമ്മൾ ഇഗ്നോർ ചെയ്താൽ അത് രണ്ടാമത് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞതിലോട്ട് വരും. പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണയുടെ അടിയിലുള്ള ബോണും കൂടെ ഉള്ള സിസ്റ്റം, അതാണ് ബോണാണ് നമ്മുടെ ടീത്തിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അതിനെ കൂടെ ബാധിക്കും, ഇൻഫെക്ഷൻ വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് മോണ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ പല്ല് ചെറുതായിട്ട് ഇളകി തുടങ്ങിയിട്ട് പല്ല് നഷ്ടപ്പെടാൻ വരെ കാരണമായേക്കാം. അപ്പം ജിഞ്ചവൈറ്റിസ് വരാം, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെരിയോഡോണ്ടൈറ്റിസിലോട്ട് വരാം. ഇതെല്ലാം ബ്ലീഡിങ് കൊണ്ട്, ഇതെല്ലാം നമ്മൾ ഏർലി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ബ്ലീഡിങ്, എനിക്ക് തോന്നുന്നു വൈറ്റമിൻ സി ഡെഫിഷ്യൻസിക്ക് മറ്റോ ഇല്ലെങ്കിൽ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസിക്കൊക്കെ നമുക്ക് ബ്ലീഡിങ് വരാറുണ്ട്. അതേപോലെ ചില ഡ്രഗ്സ് കഴിക്കുന്നവർക്ക്, ബ്ലഡ് തിന്നേഴ്സ്, നമ്മൾ കാർഡിയാക് ഇഷ്യൂ വരും, ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആസ്പിരിൻ, ഹെപ്പാരിൻ ഒക്കെ കഴിക്കുന്നവർക്കും ബ്ലീഡിങ് വരാറുണ്ട്. അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ സിസ്റ്റമിക് ഡിസീസ്, ചില സിസ്റ്റമിക് ഡിസീസിനും ബ്ലീഡിങ് നമുക്ക് ഗംസിൽ വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ വന്നാൽ തന്നെ ഇത് ഉടനെ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഇതിനകത്ത് ഏതാണെന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഡോക്ടർ, അതുപോലെ തന്നെ പല്ലിന്റെ അടിഭാഗത്ത് കറുപ്പ് കളർ കാണുന്നു, അതുപോലെ സൈഡുകൾ, പല്ലിന് മൊത്തം നോർമലി കാണേണ്ട ഒരു കളറിനകത്ത് ഡിസ്കളേർഡ് ആയിട്ട് ഒരു ബ്ലാക്കിഷ് കളർ കൂടുതലായിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ വൈറ്റമിൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ടാണോ? ഇല്ല, വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയാൻ പറ്റില്ല. ബ്ലാക്ക് കളർ കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എല്ലാവരുടെ പല്ലും ഒരേപോലെ ഒരേ ഷെയ്ഡല്ല, അത് പല ഷെയ്ഡുണ്ട്. ഇപ്പം നമ്മൾ തന്നെ അതിനൊരു A1 A2 അങ്ങനെ പല ഷെയ്ഡ്സ് ഉണ്ട്. എല്ലാവരുടെ പല്ലും ഒരേപോലെ വൈറ്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ ഏജിങ് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ഡാർക്ക്നെസ്സിലോട്ട് പോവാം. നമ്മൾ എനാമൽ തിന്നായിട്ട് അകത്തുള്ള ഡെന്റിൻ്റെ ഷെയ്ഡ് കുറച്ച് പുറത്ത് വരാം, അപ്പോൾ ഒരു ഡാർക്ക്നെസ്സിനോട്ട് പോവാം. പിന്നെ ഈ ചോദിച്ച ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ, ഈ ഡിസ്കളറേഷൻ നമ്മൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമുക്കൊരു ഇൻട്രൻസിക് സ്റ്റെയിൻസും ഇല്ലെങ്കിൽ എക്സ്ട്രൻസിക് സ്റ്റെയിൻസ് എന്നും പറയാം. ഇൻട്രൻസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അത് ഈ പറഞ്ഞ പോലെ ചില മെഡിസിൻസ് കൊണ്ടുവരാം. അതുകൂടാതെ
ഞാൻ പറയില്ലേ ബ്ലാക്കിഷ് ഡിസ്കളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരീസ് ഒക്കെ അകത്ത് കാണും, ഒരു പല്ലിന്റെ അകത്ത് പോട് കാണും. അത് പക്ഷെ നമുക്ക് ചില സർഫസിൽ വരുന്ന പോട് നമുക്ക് വെളിയിൽ നോക്കിയാൽ ആ കേരീസ് കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ഒരു ബ്ലാക്കിഷ് ഒരു കളർ നമുക്ക് പുറത്ത് കാണാം. അപ്പം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സിലോട്ട് വരുവാണെങ്കിൽ പല പല സ്റ്റെയിൻസ്, ഇപ്പോൾ കോഫി സ്റ്റെയിൻസ് ഉണ്ട്, ടീ സ്റ്റെയിൻസ് ഉണ്ട്, അങ്ങനെ പുറത്തുനിന്ന് വരുന്ന കുറേ സ്റ്റെയിൻസ് ഉണ്ട്, അത് കാരണം വരാം. പക്ഷെ ഇതിനൊക്കെ ഒരു പരിധിവരെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. നോർമലൊക്കെ കുറേ ക്ലീനിങ്ങിലൊക്കെ പോകും. പിന്നെ ഇൻട്രൻസിക് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നത്. ഡോക്ടർ, കോമൺ ആയിട്ട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് മൗത്ത് സ്മെല്ല്, ശ്വാസത്തിൽ എടുക്കുമ്പോഴുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ ശരിക്കും നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്? അത് ഈ ഹാലിറ്റോസിസ് എന്ന് പറയുന്നതല്ലേ. ഹാലിറ്റോസിസ് ഈ പറയുന്ന പോലെ തന്നെ മോണരോഗത്തിൻ്റെ ഒരു ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പല്ലിൻ്റെ മോണയുടെ ഇടയ്ക്ക് കാൽക്കുലസ് പ്ലാക്ക് ഡെപ്പോസിറ്റ്സ് വരും. അത് ശരിക്കും ബാക്ടീരിയൽ കോളനീസ് ആണ്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്കൊരു ഫൗൾ സ്മെല്ല് വരും, അതിൻ്റെയും പിന്നെ മോണയുടെയൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ ഡെൻ്റൽ ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. അത് വർഷത്തിലൊരു 2 പ്രാവശ്യം ചെയ്യണമെന്നാണ് പറയുന്നത്. ഒന്നും പറ്റിയില്ലെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും അത് ചെയ്യണം. അത് ചെയ്യുന്നതിൽ തന്നെ ഈ ഹാലിറ്റോസിസ് കുറേയൊക്കെ മാറും. ഇനി നമ്മുടെ പല്ലിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടും ഹാലിറ്റോസിസ് ഉണ്ടെങ്കിൽ നമ്മളത് വേറെ ഇൻറ്റേർണൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ, ഗ്യാസ്ട്രോയോ അങ്ങനെയുള്ള എവിടെയെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കണം. പക്ഷെ ജനറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ചെയ്താൽ തന്നെ ഒരു 70% ആൾക്കാരുടെയും ഹാലിറ്റോസിസ് മാറും. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലാവർക്കും ഭയങ്കര സ്വീറ്റ് ടീത്ത് കൂടുതലാണ്. അപ്പോൾ മധുരം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അത് പല്ലിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും, മുതിർന്നവരിലാണെങ്കിൽ കൂടി? നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. മധുരം കൂടുതൽ കഴിക്കുക എന്ന് പറയുമ്പോൾ സ്വീറ്റിനകത്ത് ഷുഗറിനകത്തൊക്കെ pH ഉണ്ടല്ലോ. നമ്മൾ ഫുഡിൻ്റെ pH അനുസരിച്ച് ആസിഡിക് ആണോ ന്യൂട്രൽ ആണോ എന്നൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ. അപ്പോൾ കുറച്ച് ആസിഡിക് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ നാച്ചുറൽ ആണെങ്കിൽ നമ്മുടെ ലെമൺ ജ്യൂസൊക്കെ അങ്ങനെയുള്ള, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രോസസ്ഡ് ഫുഡ്സ്, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്സ്, അതേപോലെ തന്നെ എന്തോ ഫാസ്റ്റ് ഫുഡ്സ് മിക്കതും എല്ലാത്തിനും ഒരു അസിഡിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ അസിഡിക് ആയിട്ടുള്ളത് കഴിക്കുമ്പോൾ അത് ടൂത്തിനെ ഇറോഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുകൂടാതെ നമ്മൾ സ്വീറ്റ് സാധനങ്ങൾ കഴിക്കുമ്പോൾ അത് സ്റ്റിക്കി ഫുഡ്സ് ആകുമ്പോൾ അത് നമ്മൾ പ്രോപ്പർ ബ്രഷിംഗ് ഒന്നും ചെയ്തില്ല എങ്കിൽ അവിടെ ബാക്ടീരിയ വരാനും ബാക്ടീരിയ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളൊരു കേരീസ് ഉണ്ടാകാനും അങ്ങനെ നമ്മുടെ ഡെന്റിഷൻ മോശമാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡോക്ടർ, നമുക്ക് പല്ലിൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? തണുപ്പ് കഴിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത പുകച്ചിൽ കാര്യങ്ങളൊക്കെ തോന്നുന്നു. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ടൂത്തിനും ഒരു നെർവ് സപ്ലൈ ഉണ്ട്. ടൂത്തിനകത്ത് നെർവ് സപ്ലൈയും ബ്ലഡ് സപ്ലൈ ഒക്കെ ഉണ്ട്. അപ്പം എന്നിട്ട് ആ ഒരു പോർഷൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡെൻറ്റിൻ എന്ന് പറഞ്ഞൊരു ആവരണമുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ എനാമൽ എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ നമ്മൾ എനാമൽ ലൂസ് ആകുമ്പോൾ ആ എനാമൽ ഇപ്പോൾ ഡെൻറ്റിൻ സർഫസിൽ നിന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ നെർവ്സിലോട്ടൊരു കണക്ഷൻ ഉണ്ട്. ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് എന്ന് പറയും. അതൊരു ട്യൂബാണ്. നമ്മുടെ പൈപ്പ് നമ്മൾ ഓസ് വെള്ളം അടിക്കുന്ന പോലത്തെ ഒരു ട്യൂബാണത്. അത് ഡെൻറ്റിൻ മൈക്രോ, അത് ട്യൂബിൾസ് ഉണ്ട്. അപ്പോൾ ഈ ട്യൂബിലോട്ട് എയറോ തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ ഒക്കെ ഈ ട്യൂബ് വരുമ്പോൾ ഇത് നേരെ ചെന്നിട്ട് ഈ നമ്മുടെ നെർവ്സിനെ വരുമ്പോഴാണ് നമുക്ക് സെൻസിറ്റിവിറ്റി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ ട്യൂബ്യൂൾസ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അത് നമുക്ക് മൈൽഡായിട്ടുള്ള സെൻസിറ്റിവിറ്റി ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ എനാമൽ വളരെ ചെറുതായിട്ടോ പോയിട്ടുള്ളെങ്കിൽ നമുക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ് ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്താൽ മതിയാവും. പക്ഷേ അതിൻ്റെ കുറച്ചും കൂടെ ലെവൽ കൂടുതലാണ്, ആ എനാമൽ ലോസ് കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ നമുക്കൊരു ഡീസെൻസിറ്റൈസർ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ അപ്ലൈ ചെയ്താൽ കുറേ വ്യത്യാസം വരും. അതിൽ കൂടുതലാണെങ്കിൽ നമുക്കൊരു നോർമൽ ഫില്ലിങ് തന്നെ യൂസ് ചെയ്യാം. നമ്മളൊരു നോർമൽ റെസ്റ്റോറേറ്റീവ് ഫില്ലിങ്, അത് ടൂത്ത് കളേർഡ് ആയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ അത് എസ്തെറ്റിക്കിനെയും ബാധിക്കില്ല, എസ്തെറ്റിക്സിനെ നമുക്കൊരു ഇഷ്യൂ ഉണ്ടാവില്ല, യു ക്യാൻ സ്മൈൽ, അതിനൊന്നും ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലേസേഴ്സും ഒരു പരിധി വരെ ഈ സെൻസിറ്റിവിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സെൻസിറ്റിവിറ്റിയൊക്കെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ മാവില, വേരുകൾ അതൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ പേസ്റ്റുകൾ നമുക്ക് വിപണിയിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും ഏതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? മാവിലെ പറ്റി പറയാൻ ഞാൻ ആധികാരികമായിട്ട് അത് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. പിന്നെ ഈ ഇന്ദുപ്പ് എന്ന് പറഞ്ഞ സാധനമൊക്കെ പണ്ട് അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന്. ഇന്ദുപ്പൊക്കെ ഉമിക്കരിയൊക്കെ ഉണ്ടല്ലോ. ഉമിക്കരിയുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു അബ്രേസീവ് മെറ്റീരിയലാണ്. നമ്മളിപ്പം പറയത്തില്ലേ, സാൻഡ് പേപ്പർ ഇട്ട് നമ്മൾ ഒരു സാധനത്തിൻ്റെ തുരുമ്പ്
ഉരച്ച് കളയുന്ന പോലെയാണ്. അബ്രേസീവ്സ് ആണ് കൂടുതൽ. നമ്മൾ ടൂത്ത് പേസ്റ്റിലും അബ്രേസീവ്സ് ഉണ്ട്, പക്ഷേ അബ്രേസീവ്സിൻ്റെ സൈസ് വളരെ മൈക്രോ ലെവലിലായിരിക്കും ടൂത്ത് പേസ്റ്റിലുള്ളത്. പക്ഷേ ഉമിക്കരി പോലത്തെ സാധനങ്ങളിൽ അബ്രേസീവ്സ് നമുക്ക് കാണാൻ പറ്റുമല്ലോ, അത്രയ്ക്കും വലിയ തരിയാണ്. അപ്പോൾ ഈ എനാമൽ ലോസ് ഉണ്ടാവും. അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. മറ്റേതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഡോക്ടർ ഇപ്പം ബ്രഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ആളുകൾക്കൊരു ധാരണ വന്ന് തുടങ്ങിയിട്ടുണ്ട്, മേളിലേക്കും ആ ഒരു ഓർഡറിലൊക്കെ ആണെന്ന്. ഈ ഡെന്റൽ ഫ്ലോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളികൾക്ക് അറിയില്ലാത്ത ഒരു ബ്രഷിംഗ് രീതി എന്തെങ്കിലും ഉണ്ടോ? ഡെന്റൽ ഫ്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ബ്രഷിംഗ് അല്ല, അത് ശരിക്കും യൂറോപ്യൻസ് ഒക്കെ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മലയാളികളും അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതലും ആൾക്കാർ ചെയ്യുന്ന നമുക്കൊരു പ്രോബ്ലം വന്നിട്ടാണ്. പക്ഷേ അത് റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡെന്റൽ ഫ്ലോസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സർഫസോ ബ്രഷ് ചെയ്യത്തുള്ളൂ. പല്ലിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും. ബാക്ക് വശം തന്നെ എല്ലാവരും ചെയ്യാറില്ല. അതാണ് ബ്രഷിംഗ് ടെക്നിക്ക്. അർച്ചന പറഞ്ഞ പോലെ ബ്രഷിംഗ് ടെക്നിക്ക് ഇപ്പോൾ എല്ലാവർക്കും അത് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒത്തിരി അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഉണ്ട്. പക്ഷേ ഇത് കൂടാതെ പല്ലിന് വേറെ രണ്ട് സൈഡും കൂടെ ഉണ്ടല്ലോ. പല്ലിൻ്റെ രണ്ട് പല്ല് ജോയിൻ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ബ്രഷിൻ്റെ ബ്രിസിൽസിന് ഒരു പരിധി കൂടുതൽ അവിടെ ആ ഏരിയ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മുടെ ഡെന്റൽ ഫ്ലോസിൻ്റെ പ്രാധാന്യം വരുന്നത്. അത് ബേസിക്കലി ഒരു വാക്സ്ഡ് നൂലെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മളൊരു 10 to 15 ഇഞ്ചസ് ഒരു നൂലെടുക്കുക, എന്നിട്ട് നമ്മുടെ രണ്ട് ഫിംഗേഴ്സിലും കൂടെ ലൂപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ രണ്ട് പല്ലിൻ്റെയും ഇടയ്ക്കോട്ട് ഇതിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു സി ഷേപ്ഡായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് മുകളിലും താഴെയായിട്ട് പതുക്കെ വരുമ്പം പല്ലിൻ്റെ ഇടയ്ക്കിരിക്കുന്ന അഴുക്കുകളും കൂടെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതിപ്പോൾ കുറച്ചും കൂടെ കൺവീനിയൻറ്റ് ഫോംസ് ഉണ്ട്. അതിന് കുറച്ചും കൂടെ ഒരു ഹാൻഡിലുള്ളതുണ്ട്. ഇതേപോലെ നമ്മൾ എടുക്കേണ്ട ഹാൻഡിലുള്ള ഫോംസ് ഉണ്ട്. അതേപോലെ ഇൻ്റർഡെൻ്റൽ ബ്രഷസ് വേറൊരു എയ്ഡാണ്, ഇൻ്റർഡെൻ്റൽ ക്ലീനിങ് എയ്ഡാണ്. ഇതൊക്കെയാണ് ഫ്ലോസിങ്ങിൻ്റെ. ഈ ബ്രഷ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നാവ് വടിക്കുക, അതുപോലെ തന്നെ മൗത്ത് വാഷ് യൂസ് ചെയ്യുക, അതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? ടങ് സ്ക്രാപ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നാവ് വടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ മൗത്ത് വാഷും ഒരു പരിധി വരെ നല്ല കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ മൗത്ത് വാഷിൻ്റെ പ്രശ്നം പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് പോകുമ്പോൾ ചില മൗത്ത് വാഷിന് സ്റ്റെയിനിങ് ഉണ്ടാക്കാനുള്ള പ്രോബ്ലംസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ മൗത്ത് വാഷ് എപ്പോഴും നമ്മുടെ ബ്രഷിങ്ങിനെ എയ്ഡ് ചെയ്യുന്നൊരു സാധനമുണ്ടല്ലോ. മൗത്ത് വാഷ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് ബെനിഫിറ്റ് വരത്തില്ല. നമ്മൾ രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്തതിന് ശേഷം അതിന് എക്സ്ട്രാ ഒരു എയ്ഡാണ് മൗത്ത് വാഷ്. ഡോക്ടർ, പണ്ടത്തെ പോലെ വേദനയുള്ള ലോങ് ടേം പ്രോസസ്സ് അല്ല ഇപ്പൊ പല്ലി കമ്പിയിടുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രേസസ് യൂസ് ചെയ്യുന്നത്, ഇൻവിസിബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്, അപ്പം അതൊക്കെ ഈ ഒരു കോസ്മെറ്റിക് ഡെന്റിസ്ട്രീനെ എത്രമാത്രം എൻഹാൻസ് ചെയ്യുന്നുണ്ട്? ബ്രേസസ് പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് കുറച്ച് ഡിസ്കംഫോർട്ട് ഉണ്ട് ബ്രേസസിന്. നമ്മുടെ ഓർത്തോ ബ്രാക്കറ്റ്സ് എന്ന് പറയും. ബ്രേസസ് ആദ്യമേ ബ്രാക്കറ്റ്സ് ഒട്ടിച്ചിട്ടാണ് വയർ ഇട്ടിട്ടാണ് നമ്മളത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ചെറിയ തോതിലുള്ള പെയിൻ വരാവുന്നതേ ഉള്ളൂ. 2-3 ദിവസത്തേക്കൊക്കെ ചെറിയ പെയിനൊക്കെ വരാം. പിന്നെ ചോദിച്ചത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഇൻവിസലൈൻ എന്നാണോ ചോദിച്ചത്? ഇൻവിസലൈൻ എന്ന് പറഞ്ഞാൽ ഈ അലൈനേഴ്സ് എന്ന് പറയും. ഇപ്പോൾ പലയിടത്തും അത് കോമൺ ആയി കമ്പി ഇടാതെ പല്ല് താത്താം എന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് അലൈനേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ അളവ് എടുത്തിട്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും അളവെടുത്തിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ട്രേ ഉണ്ടാക്കും. പല്ലിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ട്രേ ഉണ്ടാക്കും. എന്നിട്ട് ആ ട്രേ റിപ്പീറ്റഡ് ഇൻ്റർവെൽസിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളെ പല്ലിനെ പതുക്കെ അകത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു നൂതനമായ ചികിത്സാ രീതിയാണ് അലൈനർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവിസലൈൻ എന്ന് ചോദിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഇൻവിസലൈൻ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഇൻവിസലൈൻ എന്ന് പറഞ്ഞൊരു US ബ്രാൻഡാണ്. ഈ അലൈനേഴ്സ് ചെയ്യുന്ന ഒരു US ബ്രാൻഡാണ്. ഇപ്പം നമ്മുടെ ലോക്കലിയും ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. അലൈനേഴ്സ് ചെയ്യുന്ന ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ വ്ളോഗൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് കിടന്നുറങ്ങി അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതിന് ഈ ഇൻവിസലൈൻ അലൈനേഴ്സിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊരു ടെക്നിക് സെൻസിറ്റീവ് ആയിട്ടൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ കേസ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കേസിനും അലൈനേഴ്സ് ഇടാമെന്ന് ചോദിച്ചാൽ എനിക്ക് ആധികാരികമായിട്ട് അത് പറയാൻ പറ്റില്ല. ഞാൻ ആ സ്പെഷ്യാലിറ്റി അല്ല. എന്നാലും കേസ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അപ്പം നമ്മളൊരു ഓർത്തോഡോണ്ടിസ്റ്റ്, അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളത് ഓർത്തോഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടേഴ്സാണ്. ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ ഇതിന് അലൈനേഴ്സ് ആണോ ഏറ്റവും നല്ലത് എന്നറിഞ്ഞിട്ട് അലൈനേഴ്സിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അലൈനേഴ്സിൽ കേസ് സെലക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്.
ഡോക്ടർ, എല്ലാ ആളുകൾക്കും ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് റൂട്ട് കനാൽ ചെയ്യുന്നത്. പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ ഏറ്റവും വലിയ വേദന പ്രസവ വേദന കഴിഞ്ഞാൽ പിന്നെ പല്ലുവേദനയാണെന്ന് ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് റൂട്ട് കനാൽ ഇത്രയും പെയിൻഫുൾ ആവുന്നത്? വളരെ റെയർ ആയിട്ടുള്ള കേസസ് മാത്രമേ റൂട്ട് കനാൽ പെയിൻഫുൾ ആകാറുള്ളൂ. നമ്മളിങ്ങനെ പേഷ്യൻസ് വളരെ ഇങ്ങനെ വരാറുണ്ട്. നമ്മുടെ അടുത്ത് വരുമ്പോഴും അവർ ആദ്യമേ തന്നെ പറയും റൂട്ട് കനാൽ വേണ്ട എന്നുള്ള. പക്ഷേ പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ അവർ പറയും അയ്യോ ഇത്രയേ ഉള്ളൂ, പക്ഷേ ഞാൻ കേട്ടത് ഇങ്ങനെ അല്ലല്ലോ ഡോക്ടറെ എന്ന് പറയും. പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് ബാക്കി ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പ്രശ്നം, വലിയ പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമൊന്നും അല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ വളരെ ചില കേസസിന് പെയിൻ വരാം, ഇല്ല എന്നല്ല. പക്ഷേ പൊതുവേ റൂട്ട് കനാൽ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. കാരണം നമ്മൾ അനസ്തീഷ്യ തന്നിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയ പെയിൻ വരേണ്ട ഒരു പ്രൊസീജിയർ അല്ല റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. റൂട്ട് കനാൽ ആവശ്യമായിട്ട് വരുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ഡെന്റൽ ട്യൂബ്യൂൾസിൽ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓരോ ടൂത്തിനും നെർവ് സപ്ലൈ ഉണ്ട്. അപ്പം നെർവ്സും ബ്ലഡ് സപ്ലൈ ഉണ്ട്. ഇതെല്ലാം ടൂത്തിൻ്റെ അകത്ത് ഒരു ചേമ്പറിനകത്താണ് ഈ നെർവ്സും ബ്ലഡും എല്ലാം. പിന്നെ ബ്ലഡ് സപ്ലൈയും നെർവ് സപ്ലൈ ഒക്കെ ഉള്ളത്. അതിന് നമ്മൾ പൾപ്പ് എന്ന് പറയാം. ഇതിനെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡെന്റിനുണ്ട്, ഔട്ടറായിട്ട് എനാമലുണ്ട്. അപ്പം നമ്മുടെ ഒരു ബാക്ടീരിയ വന്നു, അത് ഈ എനാമൽ സർഫസിനെ ഇറോഡ് ചെയ്തു, ഇല്ലെങ്കിൽ ഡിസൊല്യൂട്ട് ചെയ്തു, അത് ഡെന്റിനിലോട്ട് പോയി അതിനെയും ഇത് ചെയ്തു, അത് നെർവിലെത്തുമ്പോൾ നമുക്ക് പെയിൻ വരും. അങ്ങനെയാണ് കേരീസ് പെയിൻ വരുന്നത്. ഈ നെർവിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഫില്ലിംഗ് മെറ്റീരിയൽ റെസ്റ്റോറേഷൻ ഒന്നും പറ്റത്തില്ല. അപ്പോൾ എനാമലിലോ ഡെന്റിനോ വരെയൊക്കെ നമുക്ക് ഒരു നോർമൽ റെസ്റ്റോറേറ്റീവ് പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് ആ ടൂത്തിനെ സേവ് ചെയ്യാം. ഫസ്റ്റ് നമുക്കിത് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് നെർവ് വരുത്തുമ്പോഴും പെയിൻ വരാം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് നെർവിൽ കൂടെ താഴെ ചെന്നിട്ട് പല്ലിൻ്റെ വേരിൻ്റെ അടിയിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. ആ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ റെസ്റ്റോറേറ്റീവ് ഡെന്റൽ റെസ്റ്റോറേറ്റീവ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ടൂത്തിനെ സേവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് റൂട്ട് കനാൽ മാത്രമേ ഉള്ളൂ. എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള നെർവ്സും ഇതെല്ലാം ഞാൻ പറഞ്ഞ ഒരു ചേമ്പറിനകത്താണ്. ആ ചേമ്പറിലോട്ടൊരു കനാലുണ്ട്. ആ കനാലിനകത്താണ് ഈ നെർവ്സ് ഒക്കെ ഇരിക്കുന്നത്. ഈ കനാലിൽ നിന്ന് നമ്മൾ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള എല്ലാ നെർവ്സും അല്ലെങ്കിൽ ബ്ലഡ് വെസൽസും ബാക്ടീരിയ ഡെബ്രിസും എല്ലാത്തിനും നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റും. അപ്പോൾ ഈ കനാൽ വേക്കൻ്റ് ആവും. ഇഫ് യു ടേക്ക് സംതിങ് ഔട്ട് വി ഹാവ് ടു പുട്ട് സംതിങ് ഇൻ. അപ്പം ആ കനാലിനകത്തോട്ട് നമ്മൾ ബയോകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ആ കനാൽ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോഴത്തേക്ക് ഈ പെയിൻ, ഈ നെർവ്സും ബ്ലഡ് സപ്ലൈ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ടൂത്തിൻ്റെ പെയിൻ നമുക്ക് മാറ്റാനും പറ്റും. ഫോളോഡ് ബൈ ഈ ടൂത്തിന് നമ്മൾ ഇത്രയും കേരീസ് ആയിട്ട് ഈ ടൂത്തിൻ്റെ സർഫസ് എല്ലാം പോയിരിക്കുവാണല്ലോ, കേരീസ് കേട് വന്ന് പോയിരിക്കുവാണല്ലോ. അപ്പോൾ അവിടെ നമുക്കൊരു ക്രൗൺ, ഒരു ക്യാപ്പ് അവിടെ അതും കൂടെ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ടൂത്ത് വീണ്ടും ഫങ്ഷണൽ ലെവലിലോട്ട് നമുക്ക് ഈ ടൂത്തിനെ മാറ്റാൻ പറ്റും. റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് എത്ര റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും? നോർമൽ കേസിൽ അങ്ങനെ റെസ്റ്റ് ഒന്നും വരാറൊന്നുമില്ല. പിന്നെ പലപ്പോഴും ഇപ്പോൾ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവർക്കും അത് കഴിഞ്ഞിട്ട് ഉടനെ ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ അനസ്തീഷ്യ കൊടുത്തിട്ടാണ്. അപ്പം അനസ്തീഷ്യയുടെ ഒരു പ്രശ്നം വരും, പെട്ടെന്ന് അവർക്ക് ചിലപ്പം സംസാരിക്കാനുള്ളൊരു അല്ലാതെ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് അങ്ങനെ റെസ്റ്റിൻ്റെ കാര്യമില്ല. പക്ഷേ ഈ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ടേം അല്ല. കാരണം നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത് പല പല കാര്യത്തിന് റൂട്ട് കനാൽ ചെയ്യാം. ഇപ്പോൾ ഒരു വലിയ സ്വെല്ലിംഗ് ഒക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാതെ വലുതായി വലിയ സ്വെല്ലിംഗ് ആയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ റൂട്ട് കനാൽ ചെയ്തിട്ട് അന്നേരം അങ്ങനെയുള്ള കേസസിൽ നമുക്ക് റെസ്റ്റ്, ആ സ്വെല്ലിങ് മാറുന്നതിന് വരെ നമുക്ക് റെസ്റ്റ് വേണ്ടി വരും. അല്ലാതെ നോർമലി നോക്കുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ, ചില ഇംഗ്ലീഷ് പോയംസിലൊക്കെ ഏറ്റവും ജീവിതത്തിലും ബോറടിപ്പിക്കുന്ന ഒരു കാര്യം ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ക്യൂവിൽ നിൽക്കുന്നതാണെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വരേണ്ടത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ ക്യൂവിൽ നിൽക്കുന്ന കാര്യമൊന്നും ഇപ്പം ഇല്ല. ഇപ്പം എല്ലാം ബൈ അപ്പോയിൻമെൻറ്റ്സ് ആണ്. അതിൻ്റെതായിട്ട് വെയിറ്റിംഗ് ഒന്നും ഇപ്പോൾ ഏതൊരു മെഡിക്കൽ ഫീൽഡിലാണ് ബൈ അപ്പോയിൻമെൻറ്റ്സ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന ഇത്ര വലിയ ക്യൂ ഒന്നുമില്ല. പിന്നെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഹെൽത്ത്, ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ തന്നെയാണ്. പല്ലുവേദന കാരണം ആരെങ്കിലും ഒക്കെ കരയാറുണ്ടോ? കരഞ്ഞോണ്ട് വരാറുണ്ടോ? ഡെഫിനറ്റ്ലി ഒത്തിരി പേര് ഡോക്ടറെ നമ്മൾ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞായിരിക്കും. നൈറ്റ് പെയിൻ കൂടും. പല്ലുവേദനയുടെ ഒരു പ്രത്യേക ഫീച്ചറാണത്, നൈറ്റിൽ പെയിൻ. അപ്പോൾ രാവിലെ വരുന്ന ഡോക്ടറെ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ചിലവരൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് അവരിങ്ങനെ ഉറക്കം കിട്ടാതെ ഇരിക്കുന്ന രീതിയിലാണ് വരുന്നത്. കരഞ്ഞുകൊണ്ടൊക്കെ തന്നെ വരാറുണ്ട്. അത് റിലീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര റിലീഫുമാണ് അവർക്ക്. പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് അയ്യോ ഇന്ന് ഞാൻ ഉറങ്ങി, 3 ദിവസമായിട്ട് ഇന്നാ ഉറങ്ങിയെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഭയങ്കര റിലീഫാണ്. നേരത്തെ പറഞ്ഞാൽ പെയിൻ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ റിലീഫിനും അത്ര ഒരു മധുരം ഉണ്ടാവും. ഇപ്പോൾ കൈവേദന എടുത്താലും കാലുവേദന എടുത്താലും ഒക്കെ നമുക്ക് ബാക്കി ഫങ്ഷൻസ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല, തലവേദനയാണ്, മൊത്തം നമ്മൾ
ഓൾമോസ്റ്റ് 90% നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കല്ലേ ശരിക്കും വരിക. അതെ തീർച്ചയായിട്ടും. ഡോക്ടർ, ഡെന്റൽ സർജറീസ് എന്ന് പറയുമ്പം നോർമലി എന്തൊക്കെ ടൈപ്പ് സർജറീസ് ഉണ്ട്? ഡെന്റൽ സർജറീസ് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ മൂന്നാമത്തെ അണപ്പല്ല് അതെപ്പോഴും നമ്മുടെ മാൻറ്റിബിളിലോ മാക്സിലോ കുറച്ച് ഡീപ്പായിട്ടായിരിക്കും ഇരിക്കുന്നത്. ബോൺ കവറിങ് കാണും. ഇപ്പോൾ നോർമൽ എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന പോലെ നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ സർജിക്കൽ മെത്തേഡ് ഓപ്പൺ സർജിക്കൽ മെത്തേഡിലൂടെ ആയിരിക്കണം ആ ടൂത്തിനെ എടുക്കേണ്ടത്. അതൊക്കെ നമുക്ക് നമ്മുടെ ചെയർ സൈഡ് പ്രൊസീജിയേഴ്സാണ്, നമ്മുടെ ഡെന്റൽ ചെയറിൻ്റെ സൈഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ്. പിന്നെ മോണരോഗത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലാപ്പ് സർജറിയാണ്. മോണ തുറന്നതിന് ശേഷം അതിൻ്റെ ഇൻഫെക്ഷൻ മാറ്റുക എന്നുള്ളത് മോണരോഗത്തിൻ്റെ അതിനൊരു ഫ്ലാപ്പ് സർജറി ഉണ്ട്. പിന്നെ ഈ റൂട്ട് കനാലിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കേട് നമ്മുടെ എനാമൽ ഡെൻറ്റിനൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൾപ്പിൽ വന്നു, അവിടുന്ന് താഴോട്ട് വന്നു, പല്ലിൻ്റെ വേരിൻ്റെ അടിയിലും കൂടി ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ അവിടെ അതിന് പെരിയപ്പിക്കൽ സർജറി, അത് മോണ ഓപ്പൺ ചെയ്ത് ആ ഇൻഫെക്ഷൻ സ്കോപ്പ് ഔട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇതൊക്കെയാണ് നമുക്ക് ചെയർ സൈഡിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സർജറീസ് എന്ന് പറയുന്നത്. പിന്നെ വലിയ സർജറീസ് നമുക്ക് ഡെന്റൽ ക്ലിനിക്കിൽ ചിലപ്പോൾ അത്രത്തോളം ഫീസിബിൾ അല്ലായിരിക്കാം. അവിടെയാണ് ഒരു ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ഡെന്റിസ്ട്രിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ ഇപ്പം RTA, ഇപ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്, അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാകുന്ന ആക്സിഡൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാക്സിലറി ഓർ മാൻഡിബുലർ ഫ്രാക്ചർ അതും നമ്മുടെ ഡെന്റൽ സർജൻസ് ആണ് ചെയ്യുന്നത്, അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു OTയും കൂടെ ഉള്ള ഓപ്പറേഷൻ തിയേറ്ററും കൂടെ ഉള്ള ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ അത് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു തരുന്ന ഒരു സ്കെലിറ്റൽ ഡിഫോമിറ്റി, നമ്മുടെ മാക്സില ഇല്ലെങ്കിൽ മാൻഡിബിളൊക്കെ ഒരുപാട് തള്ളി വന്നതിന് ശേഷം അതിൻ്റെ കറക്ഷൻ, അതിന് ഓർത്തോഗ്നാറ്റിക് സർജറി എന്ന് പറയും. മാൻഡിബിൾ തന്നെ നമുക്ക് കുറച്ച് സൈസ് കുറയ്ക്കാനും ഒക്കെ പറ്റുന്നതായിട്ടുണ്ട്. അതിന് ഓർത്തോഗ്നാറ്റിക് സർജറി, അതും ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സർജറീസ് ആണ്. ഈ താടിയെല്ലുകളൊക്കെ നീക്കം ചെയ്യുന്നു, ശരിക്കും പ്ലാസ്റ്റിക് സർജറീസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതെല്ലാം നമ്മുടെ സർജിക്കൽ ഫീൽഡിനകത്ത് വരുന്നതാണ്. നമ്മുടെ ഓറൽ സർജൻസിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ് ഇതെല്ലാം. ഡോക്ടറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇപ്പം ആലപ്പിയിലും എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പം ലേക്ക് ഷോറിലും വരുന്നു. ഇതുവരെ കണ്ടിട്ടുള്ള ക്ലയൻസിൽ വെച്ചിട്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റൂട്ട് കനാൽ സർജറി എന്തായിരുന്നു? എല്ലാ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു ചെറിയൊരു ടെൻഷനുണ്ട് നമുക്ക്. അത് ഏത് സർജൻസ് ചോദിച്ചാലും അങ്ങനെ, നമ്മൾ എത്ര റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഫ്രഷ് കേസ് വരുന്നത് എപ്പോഴും ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം അത് ഡിഫറൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോറിനേഴ്സ് വരും, ഫോറിൻ പേഷ്യൻസ് വരുമ്പം അവരുടെ റേസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അനാറ്റമിക്കൽ വേരിയേഷൻ വരും. നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ ചെയ്ത് ശീലിച്ചതാണ്. നമ്മൾ റേസ് ഡിഫറൻസിനകത്ത് കുറച്ച് അനാറ്റമിക്കൽ വേരിയേഷൻസ് ഉണ്ട്. അതൊരു ചലഞ്ചാണ് ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുമ്പോൾ. ഫോറിൻ പേഷ്യൻസ് എപ്പോഴും ഒരു ചലഞ്ചാണ്. അതുകൂടാതെ ഈ റൂട്ട് കനാലിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുകൊണ്ട്, ഈ റൂട്ട് കനാലിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ റൂട്ട് കനാൽ എന്ന് പറയുന്ന ഒരു കർവ്ഡ് കനാൽസ് എന്ന് പറയും, വളഞ്ഞിരിക്കുന്ന കനാൽ, അത് ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ റൂട്ട് കനാൽ വളരെ നേർത്തതായിട്ട് വരും. പിന്നെ ഇതിനകത്ത് കാൽസ്യം വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് റൂട്ട് കനാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസ് വരും. പിന്നെ എക്സ്ട്രാ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ഒരു പല്ലിന് 2 കനാൽ എന്നായിരിക്കും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതും. ഇതൊന്നും അല്ലാതെ വേരിയേഷൻസ് വരും. ഒരു കനാലിന് 3, 4, 5 വരെ വരാം. ഇതൊക്കെ ഇങ്ങനെ വരും. പക്ഷേ എനിക്ക് കിട്ടുന്നുള്ള ചലഞ്ച് പറഞ്ഞാൽ ഇതിലൊരു 3-4 എണ്ണം കൂടെ ഒരുമിച്ച് കേസിൽ വരും. അവിടെ വെച്ച് നമ്മളത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ടായി. അങ്ങനെ വന്നിട്ടുണ്ട്, 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഡോക്ടർ, ചില സ്പെസിഫിക് കണ്ടീഷനിലുള്ള പേഷ്യൻസ്, ഇപ്പം ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാർ, പ്രഗ്നന്റ് വിമൻസ്, അങ്ങനെയുള്ളവർക്കൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടറാണോ? പ്രഗ്നന്റ് ലേഡീസിൻ്റെ കാര്യം അത് വളരെ നല്ലൊരു ക്വസ്റ്റനാണ്. കാരണം പലപ്പോഴും പ്രഗ്നന്റ് ലേഡീസ് അവരുടെ 3rd ട്രൈമസ്റ്ററിലൊക്കെയാണ് ഭയങ്കര സ്വെല്ലിങ്ങും പെയിനും ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെന്റൽ ചെയറിൽ ഒരു പരിധി കൂടുതൽ അവരെ ഇരുത്താനും പറ്റില്ല. നമ്മൾ കിടത്തുമ്പോൾ സൈഡ് സൂക്ഷിക്കണം. പിന്നെ മെഡിസിൻ കൊടുക്കാം, സ്വെല്ലിങ് മാറാനായിട്ട് മെഡിസിൻ വളരെ കുറച്ച് മെഡിസിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എക്സ്റേ എടുക്കാൻ പറ്റത്തില്ല. ഒരു ചലഞ്ച് തന്നെയാണ് ഞങ്ങൾക്കത്. അതൊരു പ്രശ്നമാണ്. അപ്പം ശരിക്കും നമ്മൾ പ്രഗ്നൻസി എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു പ്രീ പ്രഗ്നൻസി ചെക്കപ്പ് എന്ന് പറയുന്ന പോലെ ഡെന്റൽ ചെക്കപ്പ് എല്ലാവരും ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ നമുക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസെൻ്റ് ഒക്കെ വേണ്ടി വരും. നമ്മൾ കഴിയുന്നതും 2nd ട്രൈമസ്റ്ററിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഡെന്റൽ പ്രൊസീജിയേഴ്സ് കൂടുതലും ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസെൻ്റ് എടുത്ത് എമർജൻസി ആയിട്ട് ചെയ്യണം. അപ്പോൾ അതൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പ്രീ പ്രഗ്നൻസി ചെക്കപ്പ് എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗമാക്കണം. അത് ബെഡ് റിഡൻ പേഷ്യൻസ് ഈ പറഞ്ഞ പോലെ അതൊക്കെ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലും പറ്റുന്നത്.
നമുക്കത് സ്ട്രെച്ചറിൽ തന്നെ നമ്മൾ കിടന്ന് ചെയ്യാറുണ്ട്. അങ്ങനെ അവരുടെ പൊസിഷനിൽ തന്നെ നമ്മൾ കഴിയുന്നതും ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഒ ടി ഉണ്ടായാണ് നമുക്കിപ്പോൾ ഹോസ്പിറ്റൽ ബേസ്ഡ് പ്രാക്ടീസിൽ നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായതുകൊണ്ട് അതൊരു വലിയ ഇതാണ്. അത് ഇങ്ങനെയുള്ള പേഷ്യൻസ് മാത്രമല്ല, സ്പെഷ്യൽ നീഡ് ചിൽഡ്രൻ ഒക്കെ ഇല്ലേ, അപ്പോൾ അവരുടെ കേസിലൊക്കെ അവർക്ക് ഡെൻറ്റൽ ചെയറിലൊക്കെ വന്നിരുന്ന് നമ്മൾ പറയുന്നതെല്ലാം കേട്ട് റെസ്പോണ്ട് ചെയ്ത് ചെയ്യാനൊക്കെ വളരെ പാടായിരിക്കും. അപ്പോൾ അവരുടെ ഓറൽ കണ്ടീഷനൊക്കെ വളരെ പുവറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സർജറിയൊക്കെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒ ടിയിൽ കയറ്റിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അൺകോപ്പറേറ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻ, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട് എപ്പോഴും. പക്ഷെ അതൊക്കെ നമുക്ക് ഈ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഡെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒഴിവാക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഫുഡ്, ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഹൈ ആസിഡിക് വാല്യൂ ഉള്ള ഫുഡ് സ്റ്റഫ്സ്, നമ്മുടെ പ്രോസസ്ഡ് ഫുഡ്, അതേപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കോളാസ്, അങ്ങനെയുള്ളതൊക്കെ തന്നെ നോർമൽ നമ്മുടെ ഹെൽത്തിന്, ഇത് പറയാൻ നമുക്ക് ജനറൽ ഹെൽത്തിന് നമ്മൾ എന്തൊക്കെയാണോ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഓറൽ ഹെൽത്തിലോട്ടും വരുന്നത്. യുവർ ടീത്ത് ഈസ് ആസ് ഗുഡ് ആസ് യുവർ ബോഡി. അത് തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. പിന്നെ ടൂത്തിന് മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല്ല് 2 നേരം ബ്രഷ് ചെയ്യുക, ബ്രഷ് ചെയ്യുന്നതിന് ശേഷം എന്തെങ്കിലും ഫുഡ് സ്റ്റഫ്സ് സ്റ്റിക്കി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള കഴിക്കുന്നതിന് ശേഷവും നമ്മൾ ബ്രഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ റെഗുലർ ഡെൻറ്റൽ ചെക്കപ്പ്, ഇയർലി ട്വൈസ് എങ്കിലും ഒരു ഡെൻറ്റൽ ചെക്കപ്പ്, ഇയർലി ട്വൈസ് ഒരു ഡെൻറ്റൽ ക്ലീനിങ്, ഇതൊക്കെ മാൻഡേറ്ററി ആക്കുക. അങ്ങനെയൊക്കെ പോയാൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ഒരു പ്രായമൊന്നും വരെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഡെന്റിസ്ട്രിയിലേക്ക് മെജോറിറ്റി വരുന്നത് കുട്ടികളായിരിക്കും. പല്ല് വെക്കാനുള്ള മടിയാണ് മെയിൻ കാരണം. അപ്പോൾ കുട്ടികളെ എങ്ങനെയാണ് ടീത്ത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുക? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല സ്റ്റേജിൽ പറയേണ്ടി വരും. കാരണം നമ്മൾ അതിന് ഇൻഫൻസ് ആയിട്ടിരിക്കുമ്പം നമുക്ക് കുട്ടികളുടെ പല്ല് മുളയ്ക്കാത്ത ഏജിൽ തന്നെ നമ്മൾ ആ ഗം പാഡ്സ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ കോട്ടൺ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 6 months ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചില ടീത്ത് വന്നു തുടങ്ങും. അപ്പം പതുക്കെ ഒരു സോഫ്റ്റ് ബ്രിസിൽസ്, നമ്മുടെ സിലിക്കൻ ഫിംഗർ ബ്രഷസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സിലിക്കൻ ഫിംഗർ ബ്രഷസ്, അത് വെച്ചിട്ട് നമുക്ക് ടീത്ത് ക്ലീൻ ചെയ്യാം. പിന്നെ പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഡോക്ടർ എപ്പോഴാണ് പേസ്റ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. സിമ്പിളാണ്. കുട്ടി എപ്പോൾ തുപ്പാൻ പഠിക്കുന്നു അപ്പോൾ നമുക്ക് പേസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അത് പിന്നെ അതിൻ്റെ എമൗണ്ട് പേസ്റ്റ് നമ്മളൊരു 2 year താഴെ ആണെങ്കിൽ, കുട്ടിക്ക് വയസ്സ് 2 year താഴെയാണെങ്കിൽ പേസ്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അരിമണിയില്ലേ, അത്രേ എടുക്കാവുള്ളൂ. റൈസ് അരിൻ്റെ അത്ര, ആ അരിമണിയുടെ അത്രയുള്ള ഇത് മാത്രമേ എടുക്കാവുള്ളൂ, ഒരു 2 years വരെയൊക്കെ. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2 year വരെയൊക്കെ ഇപ്പം സ്പെഷ്യൽ ടൂത്ത് പേസ്റ്റ്, കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കാണില്ല. അപ്പം അത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഈ അരിമണി എന്ന് പറയുന്നത് അതിനെ നമുക്കൊരു ചെറുപയറിൻ്റെ വലുപ്പത്തിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ പിള്ളേരുടെ ബ്രഷിങ് ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ സർക്കുലർ മോഷനിൽ ബ്രഷ് ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ പേരൻസ് കുട്ടികളുടെ വായിലൊരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളായിരിക്കണം, നമ്മളൊരു പേഴ്സണൽ ഡെൻറ്റിസ്റ്റ് ആയിട്ട് അവരുടെ വായിൽ എക്സാമിൻ ചെയ്യണം. കാരണം കുട്ടി ഒരിക്കലും ഒരു കേടുണ്ടെന്നോ ഇല്ലെങ്കിൽ പെയിൻ വരുമ്പോൾ മാത്രമേ പറയത്തുള്ളൂ. ഭക്ഷണം കയറുമ്പോഴൊന്നും അവൻ പറയണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ തന്നെ എല്ലാ പല്ലും ഇൻസ്പെക്ട് ചെയ്യണം. അതൊരു 7-8 വയസ്സ് വരെയെങ്കിലും ചെയ്യണം. എന്നിട്ട് നമ്മൾ തന്നെ ആയിരിക്കും അതിൽ പറയേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഡോക്ടർ, അഡൽട്ട് ആയിരിക്കുന്ന ഒരാൾക്ക് വിസ്ഡം ടീത്ത് എന്ന് പറഞ്ഞിട്ട് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ടീത്ത് വരാറുണ്ട്. അപ്പോൾ അത് എത്ര വയസ്സ് വരെ ആയിരിക്കും ആ പല്ല് വരിക? ഇല്ല, അത് ഒത്തിരി ഏജ് ആയിട്ടും വിസ്ഡം ടീത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴാണോ അപ്പോഴാണോ വിസ്ഡം വരുന്നത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അത് ഒത്തിരി ഏജ് ആയിട്ട് വിസ്ഡം ടൂത്ത് വരാം. നോട്ട്ലി ഒരു 17-18 വയസ്സിനുള്ളിലാണ് ഈ വിസ്ഡം ടൂത്തിൻ്റെ റിമൂവലാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആ ഒരു സർജറിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, അതിനകത്ത് വിസ്ഡം ടൂത്ത് വരുന്നത് പല ആൾക്കാർക്കും അത് ഫുള്ളി ഇറപ്റ്റഡ് ആകാറില്ല. അത് ആ ബോണിൽ തന്നെ കിടക്കും. അപ്പോൾ അവിടെ ഫുഡ് ഡെബ്രിസ് ഒക്കെ വന്നിട്ട് വേറെ ഇഷ്യൂ. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതാണ് ഒരു സർജറിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. വിസ്ഡം ടൂത്തിൻ്റെ റിമൂവൽ ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. അത് തന്നെ ഈ കുറച്ച് എന്തെങ്കിലും കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ OT ഉണ്ടെങ്കിൽ നമ്മൾ 3-4 പല്ലും ഒരുമിച്ചൊക്കെ ചിലപ്പോൾ എടുക്കാൻ പറ്റും ചില കേസിൽ. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. ഡോക്ടർ, വിസ്ഡം എന്ന് പറയുന്ന വാക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ? അതുമായിട്ട് എന്തെങ്കിലും ലോജിക്കൽ എക്സ്പ്ലനേഷൻ ആയിരിക്കാം. അത് ആക്ച്വലി തേർഡ് മോളാസ് ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം നമുക്കത് ആവശ്യമില്ല എന്നുള്ളതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഡിസപ്പിയർ ആകാം. അത് നമ്മൾ റോ മീറ്റൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് എന്നാ പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ക്ലയൻസിനെ കാണാൻ പറ്റി. അപ്പോൾ എനിവേ, ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.